അറബ് രാജ്യങ്ങളെ ആക്രമിച്ചതുപോലെ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞേക്കുകയാണ് ഇറാൻ. ഇറാനും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ടും ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അത് കൂടാണ്ട് പ്രിയൻ അറിയില്ലേ, അവർ തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഇറാൻ ഒരു ഷിയ മജോറിറ്റി രാജ്യമാണ്, പാകിസ്ഥാൻ ഒരു സുന്നി മജോറിറ്റി രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഖമീനിനെ കൊന്നതിൽ പ്രതിഷേധിച്ച് നടത്തുന്ന സമരത്തിൽ ഷിയ സമുദായക്കാരുമുണ്ട്, സുന്നി സമുദായക്കാരുമുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേറൊരു പതിപ്പാണ് മുസ്ലിം സമുദായം. കാരണം അവർക്ക് രാജ്യ അതിർത്തി ഒന്നും പ്രശ്നമല്ല. ലോകത്ത് എവിടെ എന്തെങ്കിലും സംഭവം നടന്നാൽ അത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അവരോട് ഒന്നാവും. ഇപ്പോൾ നമ്മൾ ആ പഴയ ചരിത്രം എടുത്ത അടുത്ത കാലത്താണ് 1921 മാപ്പിള ലഹള എന്ന് പറയുന്നത് ഖിലാഫത്ത് സമരത്തിന് എന്താ പറയണ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ രംഗത്ത് വന്നത്. സംഗതി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കി, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ വംശഹത്യ ചെയ്തു. കേരളത്തിൽ കിട്ടാവുന്ന അത്ര കൊള്ള അടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ, മലബാറിലുണ്ടായിരുന്ന ഹിന്ദുക്കളെ നല്ലൊരു ശതമാനത്തിന് അവർ കൺവേർട്ട് ചെയ്തു മുസ്ലിം സമുദായത്തിലേക്ക്. അപ്പോൾ അത് മാത്രമല്ല, ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ കാനഡയിൽ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണം നടന്ന കോഴിക്കോട്ടെ മുസ്ലിംസാണ് പ്രകടനം നടത്തി പുറത്തു വരിക. അപ്പോൾ അവർ ഈ യുദ്ധകാലത്ത് ഈ ഫോൾട്ട് ന്യൂസ്, ഫേക്ക് ന്യൂസ് പടച്ചു വിടുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്, ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാനെതിരെ ഇറാൻ ആക്രമണം നടത്തുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിന് മുമ്പത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ എല്ലാ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവേളകളിലും ഇറാൻ പാകിസ്ഥാനെയാണ് അനുകൂലിച്ചിട്ടുള്ളൂ. സർ, ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇസ്രയേലിനും ആക്രമിക്കാനായിട്ട് പാകിസ്ഥാൻ്റെ ആകാശം തുറന്നു കൊടുത്തു എന്നാണ്. ഇപ്പോൾ മുസ്ലിം രാജ്യമായിട്ടുള്ള ഖത്തറും കുവൈറ്റും ഒക്കെ ഇതുപോലെ ചെയ്തത് കൊണ്ടാണ് അവർക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. അതായത് അമേരിക്കൻ ബേസുകളെ ലക്ഷ്യമാക്കിയിട്ടാണ്. അപ്പോൾ നൂർഖാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സർദാർ ഹൊസൈൻ നജാത്ത് എന്ന് പറയുന്ന IRGCയുടെ ഒരു കമാൻഡറാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ ഞങ്ങൾ ആക്രമിക്കും, പാകിസ്ഥാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മനുഷ്യൻ ഇതിനു മുമ്പ് ഇയാളുടെ പേര് എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ വേറൊരു വാർത്ത ഞാൻ കേട്ടത്, ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സ് IRG കോറിന് അവർ 10, 30, 31, 32 ഡിവിഷൻസായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ സ്വയം പോയിട്ട് എന്താ പറയണ തീരുമാനം എടുത്ത് എവിടേക്ക് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്തോളൂ എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന് അവർ അറ്റാക്ക് ചെയ്യില്ല. അതുമാത്രമല്ല, ഈ അറബ് രാജ്യങ്ങളിൽ, ഇപ്പോൾ UAEയിലാണെങ്കിലും ഖത്താറിലൊക്കെ ആണെങ്കിലും ശരി, ഈ ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്നത് മുഴുവനും അമേരിക്കൻ ഇൻസ്റ്റാളേഷനാണ്. ഇപ്പോൾ സൗദി അറേബ്യയിലെ അറാംകോ എന്ന് പറഞ്ഞൊരു വലിയ ഓയിൽ കമ്പനിയുണ്ട്, ലോകത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓയിൽ റിഫൈനറീസ് ഇൻ ദ വേൾഡ്. അവിടെയാണ് അറ്റാക്ക് നടന്നിരിക്കുന്നത്. അതിനകത്ത് അമേരിക്കയ്ക്ക് ആയിരിക്കും നഷ്ടം ഉണ്ടാവുക. അപ്പോൾ സൗദി അറേബ്യക്ക് അധികം പ്രശ്നമൊന്നും ഉണ്ടാവാത്ത രീതിയിലായിരിക്കും ആയുധം ഇവർ നടത്തിയിട്ടുണ്ടാവുക ഇറാൻ. അപ്പോൾ ഒരിക്കലും ഇറാൻ ഒരു ഇസ്ലാമിക് രാജ്യമായ പാകിസ്ഥാനെ ആക്രമിക്കുന്നു തോന്നണില്ല. ഇതൊരു ഈ യുദ്ധ സമയത്ത് പടച്ചുവിടുന്ന വ്യാജ വാർത്തകളിലൊന്നാവാനാണ് സാധ്യത. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് 1965-ലും 71-ലും പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് ഇറാൻ മുന്നോട്ട് വന്നു എന്ന് നിഷികാന്ത് ദുബൈയുടെ ഈ പുറത്തുവിട്ട ചില വിവരങ്ങളുണ്ട്. അതായത് CIA ഡോക്യുമെൻ്റാണ് അദ്ദേഹം പുറത്തുവിട്ടത്. നമുക്ക് ആ ഡോക്യുമെൻ്റ് കാണിക്കാം. ആ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് പാകിസ്ഥാനെ ഇറാൻ ഇന്ത്യക്കെതിരായിട്ട് ഉള്ള യുദ്ധത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതെ, ഇന്ത്യക്കെതിരായിട്ടുള്ള എല്ലാ യുദ്ധത്തിലും, അതുപോലെ കശ്മീർ പ്രശ്നത്തിലും കാർഗിൽ പ്രശ്നത്തിലും ഒക്കെ ഇറാൻ പാകിസ്ഥാനെയാണ് അനുകൂലിച്ചിട്ടുള്ളത്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ലോകത്തിലെ എല്ലാ കോയന്മാരുടെയും രാജ്യമുണ്ടല്ലോ, അവരുടെ ഒരു സംഘടനയാണത്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്. ആ സംഘടനയിൽ ഇറാൻ പലപ്പോഴും നല്ല എല്ലാ ഇഷ്യൂസിലും പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്, ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാനിയൻ ഖമേനി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയെ ഒറ്റപ്പെടുത്തണം,
ഈ ഇസ്രായേലിനെ അയാൾ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇന്ത്യനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ ഇവിടെ നല്ലൊരു ശതമാനം ഉണ്ടല്ലോ, 20% കണ്ടിട്ട് മുസ്ലിംസ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അവരുടെ സുരക്ഷിതത്വം കണക്കാക്കിയിട്ടായിരിക്കും അവരെ തുടച്ചു നീക്കണ്ടെന്ന് പറയുന്നത്. അവർ എന്താ കാശ്മീർ അതെ ഇന്ത്യയിലെ മുസ്ലിംസിനെ ഭയങ്കരമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ കണ്ടുവാനും പീഡിപ്പിക്കുകയാണ്, അവരെ മൃഗീയമായി എന്താണ് പറയുന്നത് വധിക്കുകയാണ് എന്നൊക്കെയാണ് ഈ ഖമീനി എല്ലാ വേദികളിലും പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലിൻ്റെ ആ സമയത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ, പിന്നെ ഭരണഘടനയുടെ 370-ാം വകുപ്പ് അബ്രോഗേറ്റ് ചെയ്തുകൊണ്ടുള്ള പാർലമെൻറ്റ് നടപടി, ഇതിനൊക്കെ അയാൾ നിശിതമായിട്ട് വിമർശിക്കേണ്ട. അയാൾക്ക് എന്താ അധികാരം ഇന്ത്യനെ വിമർശിക്കാനായിട്ട്? അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവിടെ മനുഷ്യാവകാശ ലംഘനമൊന്നും നടക്കാറൊന്നുമില്ല. കശ്മീരിലെ ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞതോടുകൂടി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കാശ്മീരിന് ഒരു പുതിയ സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെ പോലെ കാശ്മീരിനും ഇപ്പോൾ നിലനിൽക്കാൻ പറ്റും, സ്വന്തം കാലിൽ നിലനിൽക്കാൻ പറ്റും എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും, ഈ ഖാമിനിക്ക് എങ്ങനെ പറയാൻ പറ്റും അത് മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ളൊരു നടപടിയാണെന്ന്? അവർക്ക് മാത്രം എന്ന് സ്പെഷ്യൽ നിയമമാണ്. പക്ഷേ കാശ്മീരിന് അനുകൂലമായിട്ട്, കാശ്മീരിലെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഖമേനി UN വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. നോ, ഇറാൻ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ പോയി വോട്ട് ചെയ്തിട്ട് ഐക്യരാഷ്ട്രസഭേനെ ആരാ കണക്ക് കൂട്ടിയേക്കണം? ഇപ്പോൾ അവരുടെ പേര് തന്നെ യുണൈറ്റഡ് നേഷൻസ് എന്നല്ല, യുണൈറ്റഡ് നത്തിങ് എന്നും യുണൈറ്റഡ് നോൺസെൻസ് എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. യുണൈറ്റഡ് നത്തിങ്, യുണൈറ്റഡ് നോൺസെൻസ്. അതാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് ആഗോളതലത്തിലുള്ള പേര്. അവർ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയല്ലോ, അവരുടെ മറ്റേ സെക്രട്ടറി ജനറൽ ഗുട്രാസോ അയാളെന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചല്ലാതെ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഐക്യരാഷ്ട്രസഭ അമേരിക്കയുടെ ഒരു പപ്പറ്റാണ്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക ഒരു പ്രമേയം കൊണ്ടുവന്നാൽ റഷ്യ വീറ്റോ ചെയ്യും, റഷ്യ ഒരു പ്രമേയം കൊണ്ടുവന്നാൽ അമേരിക്ക വീറ്റോ ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭയൊക്കെ പണ്ടേ പിരിച്ചുവിടണം. പണ്ട് 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടായിരുന്നല്ലോ. ലീഗ് ഓഫ് നേഷൻസും ഇതേപോലെയൊക്കെ തന്നെ ഒരു വലിയ സംഘടനയായിരുന്നു. പൊളിഞ്ഞ് പാളീസായില്ലേ? യുദ്ധം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അവർക്ക്? ഇല്ല. അതേപോലെയാണ് ഐക്യരാഷ്ട്രസഭയ്ക്കും. എന്തെങ്കിലും ഇപ്പോൾ ഇതിനു മുമ്പ് എത്രയോ യുദ്ധം ഈ നാട്ടിലുണ്ടായി, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർ ഒരു പരാജയമാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ പാസ്സാക്കണ നിയമം ആരും ബോധർ ചെയ്യണമെന്നില്ല, അവിടെ പോയി എന്ത് പറയണമെന്നുള്ളത് എനിക്കറിയില്ല. ഇവരിവിടെ അവിടെ പോയി ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് യുണൈറ്റഡ് നത്തിങ് ഓർ യുണൈറ്റഡ് നോൺസെൻസ്. അതാണ് അവർക്ക് അനുയോജ്യമായ എല്ലാ പേരും. പിന്നെ ഒരു പേരുണ്ട് ഈ ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ്. UN ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ പേരും വലിയ കാര്യമായിപ്പോയി, ബുദ്ധിജീവിയായി എന്നുള്ളതാണ്. ഞാൻ വേറെ ഇവിടെ ഉള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, അത് ഓരോരുത്തരുടെ കഴിവായിരിക്കും. ഓക്കെ. പക്ഷേ എന്തായാലും പാകിസ്ഥാനും അപ്പോൾ ഇറാനും തമ്മിൽ ഒരു യുദ്ധത്തിൻ്റെ സാധ്യതയില്ല. അതായത് പാകിസ്ഥാനെ അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് അമേരിക്കയ്ക്ക് കൊടുക്കാനുള്ള അടിയാണെന്നാണ്. അമേരിക്കേനെ നേരിട്ട് പറയാൻ പേടിയാണല്ലോ ഇറാന്. പുറത്തിറങ്ങിയിട്ട് അയാളുടെ പേരും കോട്ട് ചെയ്ത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം അയാളുടെ കാറിന് നേരെ മിസൈൽ വെച്ച് കൊടുക്കും, എന്താ പറയണ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെ നിന്ന് പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. കാരണം അമേരിക്കക്കാർ ചോദിച്ചാൽ പറയാം, ഞങ്ങൾ പാകിസ്ഥാനെയാണ് പറഞ്ഞത്, നിങ്ങളല്ലല്ലോ പറഞ്ഞെന്നേ പറയുള്ളൂ. പക്ഷേ എന്തായാലും ഒരു സാധ്യത, യുദ്ധസാധ്യത അവിടെയും ഉണ്ട്. പാകിസ്ഥാനെ ഇറാൻ അറ്റാക്ക് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രിയൻ. അവർക്ക് അതിനുള്ള ഒരു ഇപ്പം ഒരേ സമയത്ത് പലയിടത്താണ് ലോകകപ്പ് ഫുട്ബോൾ മാച്ച്, A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, C ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും മത്സരം നടക്കണില്ല. അതേപോലെയാണ് ഇപ്പോൾ യുദ്ധം പലയിടത്തും നടക്കുന്നത്. ലെബനനിൽ യുദ്ധം, സിറിയയിൽ യുദ്ധം, ഖത്തറിൽ യുദ്ധം, UAE യുദ്ധം, ആരൊക്കെ തമ്മിൽ നിന്നുള്ള ഇപ്പം ഞാനാകെ കൺഫ്യൂസ്ഡാണ്. അമേരിക്കയും ഇസ്രായേലും ഒരു വശത്താണെന്നറിയാം, അതിനിടയ്ക്ക് സൗദി അറേബ്യ ഇറാനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഗൾഫ് കോർഡിനേഷൻ കൗൺസിൽ പറയുന്നുണ്ട് ഈ യുദ്ധം ശരിയല്ല, ഉടനെ നിർത്തണം. ഇറാൻ അവർ വാൺ ചെയ്തു എന്നൊക്കെ ചില പേപ്പറിൽ, ചില TV ചാനൽസിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാന യുദ്ധത്തിൽ ഈ പ്രധാന കഥാപാത്രങ്ങൾ ഒന്ന് അമേരിക്കയും ഇസ്രായേലും ഒരു വശത്ത്, മറ്റേ വശത്ത് ഇറാൻ. അങ്ങനെയാണ് ഇപ്പോൾ യുദ്ധം നടന്നു പോകണം. പിന്നെ ഉള്ളത് മുഴുവനും അവിടെ ഇവിടുന്നൊക്കെ വരുന്ന പൊട്ടലും ചീട്ടലും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത്.
യുദ്ധം പ്രധാനമായിട്ട് അമേരിക്കയും ഇസ്രായേലും ഒരു വശത്ത് നിന്നുകൊണ്ട് മറുവശത്ത് ഇറാനിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറയേണ്ടായി എന്തോ സ്പെയിൻ എന്തോ ഇറാന് അനുകൂലമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് സ്പെയിനും ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും കട്ട് ചെയ്യും, വേണ്ടി വന്ന ട്രേഡ് ബാരിയറും ട്രേഡ് ടാരിഫ് അത് കൂട്ടുന്നാണ് പറയുന്നത്. ആർക്കും ധൈര്യമില്ല അമേരിക്കനെ ഇപ്പോൾ ട്രേഡ് ടാരിഫ് ഇതിനകത്ത് നേരിടാനായിട്ട് ധൈര്യമില്ല. അയാൾ ആണെങ്കിൽ അയാളുടെ രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കണം രാജ്യസ്നേഹം എന്താണെന്നുള്ളത്. അവർ എല്ലാവരും ഒരേ വോയിസിലാണ് സംസാരിക്കണം അതാത് രാജ്യങ്ങളിലെ. ഇപ്പം ബ്രിട്ടന് നേരെ എന്തോ അറ്റാക്ക് നടന്നു എന്നാണ് പറയണത് ഇറാൻ്റെ. ഇപ്പം അമേരിക്ക അവരുടെ കറാച്ചിയിൽ പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ പോയിട്ട് അമേരിക്കൻ കോൺസുലേറ്റ് ജനറലിൻ്റെ ഓഫീസ് അറ്റാക്ക് ചെയ്തു, അവിടെ അടച്ചുപൂട്ടി, മറീൻസ് വെടിവെച്ചു, 23-24 പേര് മരിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, പാകിസ്ഥാൻ ഇറാൻ ഇങ്ങനെ പറയണമെങ്കിലും പാകിസ്ഥാനെ അമേരിക്ക നേരിട്ടോളും. അമേരിക്കയുടെ ഔദാര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിച്ചപാത്രം എടുത്തുകൊണ്ട് പോയി എന്നൊക്കെയാണ് പറയണത് അവരുടെ പ്രധാനമന്ത്രി. അപ്പോൾ അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളൂ അത്. പക്ഷേ ഇറാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മുസ്ലിംസ് അല്ലേ ഇരു കൂട്ടരും. ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. ഒരു മുസ്ലിം രാജ്യം വേറൊരു മുസ്ലിം രാജ്യത്തിന് അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. അടുത്ത് അവിടെയൊക്കെ നടക്കണില്ലല്ലോ. ഈ പറഞ്ഞ പോലെ മൂത്ത മുസ്ലിംസ് ഉണ്ട്, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ലിബറൽസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത് ഇറാൻ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യില്ല. ഇതൊരു ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി മാത്രമാണിത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യ ലൈവാണ്. അപ്പോൾ ഇന്ത്യ ലൈവിന് വേണ്ടത് നിങ്ങളുടെ പിന്തുണയാണ്. ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് യഥാസമയം ഞങ്ങളുടെ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക ഇന്ത്യ ലൈവിനെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്തുണയ്ക്കാനും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് വാർത്തകൾ നൽകാനുണ്ടെങ്കിൽ അവയും നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.